AC അറ്റകുറ്റപ്പണികൾക്കായി ഇറക്കുന്നതിനിടെ രക്തസമ്മർദ്ദം ഉയർന്നതായിരുന്നു മലപ്പുറം ബാലത്തുരുത്തി സ്വദേശി മനോഹരന്റെ മരണത്തിന് കാരണമായത്. 65-കാരനായ മനോഹരൻ റിയാദിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. 17 വർഷമായി സൗദിയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മനോഹരൻ. റൂമിലെ AC ഇറക്കുന്നതിനിടെ താഴെ വീണ് ബോധരഹിതനായ മനോഹരനെ ഉടൻ തന്നെ സുഹൃത്തുക്കൾ റിയാദിലെ ദറയ്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഒരു മാസത്തോളം ദറയ്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. ദീർഘകാലം ചികിത്സ ആവശ്യമുള്ളതിനാൽ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ നിന്നും മരണം സംഭവിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ച മൃതദേഹം ബാലാതുരുത്തിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ബോധരഹിതനായ രോഗിയെ ആംബുലൻസിൽ കൊണ്ടുവരാത്തതും നൽകിയ വിവരങ്ങളിലെ പൊരുത്തക്കേടും സംശയത്തിനിടയാക്കിയതിനാൽ ദറയ്യ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി റൂമിലുണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിന്നീട് റൂം പരിശോധിച്ചതിനു ശേഷം അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ചുവെങ്കിലും കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മനോഹരന്റെ മരണത്തിന് ശേഷം കേസുള്ളതിനാൽ പേപ്പർ ജോലികൾക്കായി 2 ആഴ്ചത്തെ കാലതാമസം നേരിട്ടതായി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര ജീവകാരുണ്യ വിഭാഗം അറിയിച്ചു. അപകടത്തെക്കുറിച്ച് ആശുപത്രിയിൽ നൽകിയ മൊഴിയായി രേഖപ്പെടുത്തിയത് AC ശരീരത്തിൽ വീട് എന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള പരിക്കുകളൊന്നും കാണാതിരുന്നതാണ് സംശയത്തിന് ഇടയാക്കിയത്. അപകടത്തെക്കുറിച്ച് നൽകുന്ന മൊഴി കൃത്യമായില്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് കേസും മൃതദേഹം നാട്ടിലെത്തിക്കാൻ താമസം നേരിടുകയും ചെയ്യുമെന്നും പരമാവധി ആംബുലൻസിൽ തന്നെ അപകടത്തിൽപ്പെടുന്ന രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കണമെന്നും കേളി ജീവകാരുണ്യ വിഭാഗം ഓർമ്മപ്പെടുത്തി.